ഹായ് ഓൾ KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നതിന് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഇന്നലെ കാണിച്ചത് ക്ഷേത്രത്തിൻ്റെ അടുത്ത്, അതായത് സച്ചിയൊക്കെ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് പറയാണ്, എന്ത് പറ്റിയടാ സ്റ്റാർട്ടാകുന്നില്ലല്ലോ. അപ്പോൾ സച്ചിയുടെ സുഹൃത്ത് സച്ചിയോട് പറയാണ്, എടാ അത് അവരാണല്ലേ. അപ്പോൾ ആര് എന്ന് സച്ചി ചോദിക്കുകയാണ്. നിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച് വരെ ഠാ എന്ന് വിളിച്ച് സച്ചി ഓടി വരികയാണ് അവരുടെ അടുത്തേക്ക്. സച്ചി വിടല്ല അവന്മാരെ വിടല്ല. അപ്പോഴേക്കും അവർ പറയാണ്, എടാ ഓടിക്കോ, വിട്ടോ വിട്ടോ. ഓടി ഓടി ഒരുത്തൻ പോയി ചെളിക്കുണ്ടിൽ വീണ്. അപ്പോഴേക്കും സച്ചിക്ക് അവരെ പിടികിട്ടി. എന്നിട്ട് പറയാണ്, എടാ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നടാ ഞാൻ ഇത്രയും നാൾ. എന്തിനാടാ എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചേ? എന്തിനാടാ നീ എന്നെ കൊടുക്കിയത്? കൊല്ലുടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവനെ വലിച്ച് സച്ചി ചളിയിലേക്കിട്ടു. സച്ചി അവനെ അടിച്ച് നിലത്തിട്ട് അതിന് ശേഷം അവൻ അന്വേഷിക്കുകയാണ്, പരതുകയാണ് എന്താ ഉള്ളത് നോക്കിയിട്ട് അവനെ തലക്കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവനൊരു കല്ല് കെട്ടിയത്. കല്ല് കെട്ടിയിട്ട് കല്ലെടുത്തിട്ട് പറയണ്ടാ നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലുവിടാം. അപ്പോൾ അവൻ പറയാണ്, അയ്യോ എന്നെ കൊല്ലല്ലേ ഞാൻ പറയാം. അപ്പോൾ അവൻ ഒന്ന് സ്ട്രക്കായി. അതിന് ശേഷം പറയാണ്, ആരാണ് ചെയ്തത് എന്ന്. അപ്പോൾ അവൻ പറയാണ്, ഗജാനന്ദനാണ്, ഞാനല്ല. ആര്? ബ്ലൈഡുകാരൻ ഗജാനന്ദനാ? അതെ, ബോസ് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ചെയ്യല്ലേ, ഞാനല്ലേ ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിക്കുകയാണ് നിലത്തുനിന്ന്. അതിനുശേഷം അവൻ്റെ കയ്യിലെടുത്ത കരിങ്കല്ല് അങ്ങോട്ടേക്ക് എറിഞ്ഞു ദൂരേക്ക്. മറ്റവൻ രക്ഷപ്പെട്ടു. സച്ചി അവരെ വിട്ടേക്ക്. അപ്പോൾ അവൻ പറയാണ്, സച്ചി പറയാണ് മറ്റവനോട്, ഇവരല്ല ചെയ്തത്, ഇവരെ കൊണ്ടെല്ലാം ഗജാനന്ദൻ ചെയ്യിപ്പിച്ചതാണ് ആ പലിശക്കാരൻ. എവിടെ ഉണ്ടെങ്കിലും വീടില്ല ഞാൻ അവനെ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. അതായത് ശ്രുതി കാതിലുള്ള കമ്മലൊക്കെ ഊരി മാറ്റുകയാണ്. അപ്പോൾ ശ്രുതി അടുത്ത് വന്നിട്ട് പറയാണ്, ശ്രുതി നീ അതൊന്നും ഊരി മാറ്റണ്ട ഇപ്പോഴേ, അത് അവിടെ കിടക്കട്ടെ. അതൊക്കെ ഇട്ടിട്ട് നിന്നെക്കാളും നല്ല ഭംഗിയുണ്ട്. ശരി, ശ്രുതിയുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ ഭാര്യയെ എനിക്ക് നോക്കാൻ പാടില്ലേ? ആദ്യമായിട്ട് കാണുകയാണോ എന്നെ ഇങ്ങനെ നോക്കാൻ? അവൾക്കൊരു ചമ്മൽ, അവൻ അവളെ തന്നെ നോക്കുകയാണ്. എത്ര തവണ കണ്ടാലും ആദ്യമായിട്ട് കാണുന്നത് പോലെയാ. പിന്നെ ശ്രുതിയോട് പറയാണ്, ശ്രുതി രാവിലെ തന്നെ റൊമാൻറ്റിക് മൂഡിലാണല്ലോ. അപ്പോൾ ശ്രുതി പറയാണ്, റൊമാൻസിനങ്ങനെ രാവിലെ വൈകുന്നേരം എന്നൊന്നുമില്ല, അത് ഏത് നേരവും വരാം. അതൊക്കെ പോട്ടെ, നീ എന്താ പ്രാർത്ഥിച്ചത്? ക്ഷേത്രത്തിൽ പോയില്ലേ? എന്താ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചത് പുറത്ത് പറഞ്ഞാൽ അത് നടക്കില്ല. എന്നോട് പറയാം, ഞാൻ നിൻ്റെ ഹസ്ബൻഡ് അല്ലേ, നമ്മൾക്കിടയിൽ എന്തിനാ സീക്രട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ പ്രാർത്ഥിച്ചത് മൂന്നാമത് ഒരാളോട് പറയാൻ പാടില്ലെന്നോ. ഞാൻ മൂന്നാമതൊരാളല്ലല്ലോ, നമ്മൾ നിൻ്റെ എല്ലാം അല്ലേ. അത് എനിക്കും ദൈവത്തിനും ഇടയിലുള്ള ഡീല, അത് പറയാൻ പാടില്ല. ഓ, അപ്പോൾ അത് നീ എന്നോട് പറയില്ല അല്ലേ? അവൻ അവിടെ നിന്നും എണീറ്റ് പോയി ഒരു വല്ലാത്ത മൂഡിൽ. എന്നിട്ട് പിറകെ പോയിട്ട് അവൾ വിളിക്കുകയാണ്, സുധി, ഞാൻ വിചാരിച്ചു നീ എന്നോട് എല്ലാം പറയുമെന്നാ. എനിക്ക് തെറ്റിപ്പോയി. ഇണങ്ങാതെ സുധി, അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. എല്ലാവരും നന്നായിട്ടിരിക്കണം, പാർലർ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, സുധിക്കൊരു ജോലി കിട്ടണം, ഇതൊക്കെ പ്രാർത്ഥിച്ച്. ഈ സുധിയുടെ ഒരു കാര്യം, ഈ നിസ്സാര കാര്യത്തിന് പിണങ്ങിയാൽ ദേഷ്യം വന്നു എന്നോട്. പിന്നെ വരാതെ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാലെന്താ? ശ്രുതി, എനിക്കൊരു നിർബന്ധമുണ്ട്. നമുക്കിടയിൽ ഒരു രഹസ്യം പാടില്ല. നീ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യണം. നിന്നെക്കുറിച്ച് ഞാൻ എല്ലാം അറിയണം, ഒന്നും അറിയാതിരിക്കരുത്. അപ്പോഴാണ് അവൾക്ക് അവളുടെ അമ്മയെയും അവളുടെ മോനെയും ഒക്കെ ഓർമ്മ വന്നത്. അപ്പോൾ ശ്രുതി എണീറ്റിട്ട് പറയാണ്, ഞാനിനി എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നോട് ഷെയർ ചെയ്യും. നമ്മൾ തമ്മിൽ ഒന്നും മനസ്സിൽ വെക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. നമ്മൾ രണ്ടുപേരും അങ്ങനെയായിരിക്കണം. നീ ഓക്കെ അല്ലേ? ചോദിച്ചത് കേട്ടില്ലേ? നീ ഓക്കെ അല്ലേ ശ്രുതി? അതെ, ഓക്കെയാണ്. നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമല്ലോ അല്ലേ? പറയും. കാണിക്കുന്നത് രേവതിയെയാണ്. രേവതിയുടെ അടുത്ത് ഭാമ വന്നിട്ട് പറയാണ്, മോളെ ഭക്ഷണമൊക്കെ റെഡിയായോ മോളെ? നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതാണെങ്കിൽ ചന്ദ്രയുടെ കൂടെ എന്തുകൊണ്ടാണ് മോളെ പോകാതിരുന്നത്? അത് സച്ചി എന്നെ കൂട്ടിക്കൊണ്ട് പോയതാ ആൻറ്റി. എനിക്ക് അറിയില്ലായിരുന്നു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെന്ന്. അല്ല, നിങ്ങൾ രണ്ടുപേരും ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരാളോട് സംസാരിക്കുന്നത് കണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനാ. കണ്ടപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ. ആൻറ്റി ഇരിക്ക്, ഞാനിപ്പോൾ ഒരു ചായ ഉണ്ടാക്കിത്തരാം. വേണ്ട മോളെ, ഇവിടെ വന്നപ്പോൾ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഓട്ടെ, ശരി. ഭാമ പോകുന്നതും കാത്ത് ചന്ദ്ര കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ചന്ദ്ര ചോദിക്കുകയാണ്,
എന്താ അവൾ പറഞ്ഞത്? അത് സച്ചിയും ആ ഫിനാൻസറും ഒരു പരിചയക്കാരാണ്, അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചതാ. ഈ ഫിനാൻസറെ അടുത്ത് ആധാരം പണയപ്പെടുത്തിയതൊന്നും സച്ചി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ രേവതി ഇപ്പം എന്നോട് തുറന്ന് പറഞ്ഞേനെ. ഹോ, ആശ്വാസം. ആശ്വസിക്കാൻ വരട്ടെ. അങ്ങേർക്ക് പലിശ എങ്ങനെ കൊടുക്കും? ഒരു വഴിയും കാണുന്നില്ലല്ലോ ബാമേ. അങ്ങേര് ക്ഷേത്രത്തിൽ വെച്ചിട്ട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയെങ്കിലും കാശ് കൊടുത്തേ പറ്റൂ. എന്താ ഒരു വഴി? നീ വാ വാ. ശ്രുതി എവിടെ മോനെ? അകത്തുണ്ടമ്മേ. ശ്രുതി വിളിക്കാണ്. ഞാനിവിടെ ഉണ്ട്. എന്നിട്ട് വരികയാണ് ആൻറ്റീൻ്റെ അടുത്ത്. എന്ന് പറയാം, താങ്ക്സ് ആൻറ്റി. എന്തിന്? ഇങ്ങനെ ഒരു ലൈഫ് എനിക്ക് തന്നതിന്. അടുത്ത കാലത്തൊന്നും ഞാനിങ്ങനെ സന്തോഷിച്ചിട്ടില്ല. എൻ്റെ ലൈഫിലെ ഗോൾഡൻ ഡേയ്സായിരുന്നു. ഇനി അങ്ങോട്ട് എന്നും അങ്ങനെ തന്നെയായിരിക്കും മോളെ. ഈ വീട്ടിലെന്നും നീ സന്തോഷവതിയായിരിക്കും. അതിലെനിക്കൊരു സംശയവും ഇല്ല ആൻറ്റി. എൻ്റെ തങ്കത്തിന് ഒന്നും തോന്നരുത്. അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ആൻറ്റി? നമ്മൾ ഫിനാൻസറെ അടുത്തുനിന്ന് കാശ് കടം വാങ്ങിച്ചല്ലോ, അതിൻ്റെ പലിശ കൊടുക്കണം മോളെ. ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും മാസാമാസം ഒരു കാശ് എനിക്ക് തരാമെന്ന് നീ പറഞ്ഞിരുന്നു. കാശ് വേണമായിരുന്നു. ഇന്ന് പലിശ അടക്കണം മോളെ. ആൻറ്റിക്ക് തരാനായി കാശ് എടുത്ത് വെച്ചതാ. കല്യാണാവശ്യത്തിന് അത് ചിലവായി. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 10,000 രൂപ കാണും. അത് തരട്ടെ? 10,000? പലിശ അടക്കാൻ അത് പോരല്ലോ മോളെ. എങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ കിടക്കുന്ന വള തരാം. ആൻറ്റി ഇത് പണയം വെച്ച് പലിശ അടച്ചോളൂ. അപ്പോൾ തന്നെ ശ്രുതി വള ഊരുകയാണ്. അപ്പോൾ ശ്രുതി ഇടപെട്ടിട്ട് പറയാണ്, ശ്രുതി വേണ്ട, വളയൊക്കെ പണയം വെക്കാൻ എന്തിനാ കൊടുക്കുന്നേ? പറഞ്ഞതൊന്നും ശ്രുതി കേട്ടില്ലേ? വാങ്ങിയ കാശിന് പലിശ അടക്കണ്ടേ? എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാനും സ്വർണം വാങ്ങിക്കാനും ഒക്കെയാണ് ആൻറ്റി കടം വാങ്ങിയത്. ആൻറ്റി, ഈ വള പണയം വെച്ച് ഈ മാസത്തെ പലിശ അടക്ക്. ശ്രുതി വേണ്ട, വള സ്വർണം പണയം വെച്ചിട്ട് പലിശ അടക്കേണ്ട ഗതികേടൊന്നുമില്ല. അത് കയ്യിൽ കിടക്കുമ്പോൾ ഭംഗി. കാശല്ലേ അമ്മ ചോദിച്ചത്, സ്വർണ്ണമല്ലല്ലോ. ഇതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മേ, വള വേണ്ടെന്ന് പറയാമേ. അത് അങ്ങനെ ഇത് എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതി, ആൻറ്റിയുടെ കയ്യിൽ വേറെ അഡ്ജസ്റ്റ് ചെയ്യാൻ ക്യാഷൊന്നുമില്ല. അതുകൊണ്ടല്ലേ ആൻറ്റി ചോദിച്ചത്. എന്തായാലും പലിശ അടച്ചല്ലേ പറ്റൂ. പണയം വെച്ച കാശ് മതിയാവില്ലെങ്കിൽ ഇത് വിറ്റോളൂ ആൻറ്റി. കാര്യം നമുക്ക് സ്വർണ്ണമൊക്കെ പിന്നെയും വാങ്ങിക്കാമല്ലോ. ആൻറ്റി, വള നല്ല ടൈറ്റാ, ഊരാൻ പറ്റുന്നില്ല. അവൾ ഊരാൻ ശ്രമിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞിട്ട്. സോപ്പിട്ടാ ഊരാൻ പറ്റുമായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. മോളെ, അത് വേണ്ട. അപ്പോൾ പലിശ അടക്കണ്ട ആൻറ്റി. വേറെ വഴിയില്ലല്ലോ. സാരമില്ല, അത് ഞാൻ നോക്കിക്കോളാം. വീട്ടിൽ വന്ന മരുമകളെ പിറ്റേന്ന് തന്നെ സ്വർണം ഊരി പണയം വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കല്ലേ അതിൻ്റെ നാണക്കേട്. അതെങ്ങനെയെങ്കിലും അമ്മ അറേഞ്ച് ചെയ്തോളാം. അല്ല എന്നാലും ആൻറ്റി. അപ്പോൾ ശ്രുതി, അതൊക്കെ അമ്മ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ ശ്രുതി? അപ്പോഴാണ് ഭാമ പറയുന്നത്, ശ്രുതി, നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? ഇങ്ങനെ എത്ര നാളാഞ്ചല്യ നീ ഇവിടെ തന്നെ നിൽക്കുക? പെട്ടെന്ന് കടം വീട്ടിയില്ലെങ്കിൽ നീ പെടും. അത് അമ്മേ, ഞാൻ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, ആൻറ്റി ഇത് വിറ്റോളൂ. വേണ്ടാന്ന് പറഞ്ഞില്ലേ മോളെ? കാശ് അമ്മ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം. അപ്പം ഭാമ ചോദിക്കുകയാണ്, എങ്ങനെ? അപ്പോൾ ചന്ദ്ര, എൻ്റെ കയ്യിലും വളയിരിപ്പുണ്ടല്ലോ. ശരി മോളെ. ഭാമേ ബാ, പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ശ്രുതി പിടിച്ചു വെച്ചിട്ട് പറയാണ്, ശ്രുതി പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്തണം. എൻ്റെ സ്റ്റാറ്റസിന് പറ്റിയൊരു ജോലി കിട്ടണ്ടേ ശ്രുതി? എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ജോലി കിട്ടിയാലേ ഞാൻ പോവും. പുറത്തു നിന്നും കേട്ട് നിന്ന ഭാമ ചന്ദ്രയോട് പറയാണ്, അവന് ജന്മത്തെ ജോലിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ പറഞ്ഞു വിട്ടോളും അവനെ. നിനക്ക് അവിടുന്ന് അവളുടെ അടുത്ത് നിന്ന് വള വാങ്ങിക്കാമായിരുന്നു. പിണക്കം മാറ്റി ശ്രുതിയുടെ അച്ഛനെ മലേഷ്യയിൽ നിന്നും വരുത്തണ്ടേ? അവളുടെ കയ്യിൽ സ്വർണം കണ്ടില്ലെങ്കിൽ അയാൾ എന്ത് കരുതും? കുറച്ചിൽ നമുക്കല്ലേ ബാമേ. നിന്റെ വള പോയി കിട്ടി, അത്ര തന്നെ. ഇത് വീട്ടിലിവിടെ ആരും അറിയാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ഫിനാൻസറെ അടുത്ത് ചെല്ലണ്ടേ? നീ വാ. ഞാൻ വരാം, 1 മിനിറ്റ്. രേവതിയുടെ അടുത്ത് വന്നിട്ട് വിളിക്കുകയാണ്. രേവതി, എന്താ അമ്മേ? നീ എന്തിനാ എന്നോടത്ത് പറയാണ്ട് ക്ഷേത്രത്തിൽ പോയത്? ഇനി ഇത് ആവർത്തിക്കരുത്. എവിടെ പോകണമെങ്കിലും എന്നോട് വന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് പോയതാ അമ്മേ. അദ്ദേഹം വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. വീട്ടിൽ ജോലിയില്ലേ നിനക്ക്? അവൻ്റെ കൂടെ നാട് ചുറ്റാൻ ഇറങ്ങിയാൽ ഇവിടുന്ന് ഭക്ഷണമൊക്കെ ആരുണ്ടാക്കും? കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്.
കറികൾ മാത്രം മതിയോ? ചോറുണ്ടാക്കണ്ടേ? അരിപ്പാത്രത്തിൽ നീ തുടരുത്. ചോറ് വെക്കാനുള്ള അരി ഞാനെടുത്തു തരുമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അരി എടുത്ത് വെക്ക്, ഞാൻ ചോറുണ്ടാക്കാം. തിരിഞ്ഞു കുത്തുവാണല്ലേ? എനിക്ക് തിരിഞ്ഞു കുത്താനും മറിഞ്ഞു കുത്താനും ഒന്നും അറിയില്ല. അമ്മ അരി എടുത്ത് തന്നാൽ ഞാൻ ഉണ്ടാക്കിത്തരും. അന്ന് വന്ന് നീയും സച്ചിയെ പോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ? ഇതാ പെട്ടെന്ന് ചോറുണ്ടാക്കണം. ശ്രുതിക്ക് വിശക്കുന്നുണ്ടാവും. അവൾ നിന്നെപ്പോലെ വീട്ടിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നവളല്ല. പാർലറിൽ പോകണം. പെട്ടെന്നുണ്ടാക്കി കൊടുക്ക്. എന്നെ കാണിക്കുന്നത് ഗജേന്ദ്രനെയാണ്. അവൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, പലിശ കൊടുക്കാനുള്ള ആൾക്കാർ. അവരുടെ അടുത്ത് ഗജേന്ദ്രൻ പറയാണ്, നീയൊക്കെ വാങ്ങിച്ച പൈസക്കാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ കണ്ണുരുട്ടുക. എൻ്റെ മേൽ കൈവച്ചതിന് സച്ചിക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് നിനക്കറിയോ? പറഞ്ഞു കൊടുക്കടാ. കഞ്ചാവ് കേസ്. അവനെ പോലീസ് പൊക്കി. ആരുടെയെങ്കിലുമൊക്കെ കയ്യും കാലും പിടിച്ച് പുറത്തിറങ്ങിയെങ്കിലും ജീവിതം കട്ടപ്പുറത്തായി. 6 പോലീസുകാർ തകരാറിലാക്കി. അതിപ്പോൾ വർക്ക്ഷോപ്പിലാണ്. ഇപ്പം തന്നെ 2 ലക്ഷം ചിലവായി എന്ന് അറിഞ്ഞത്. ഇപ്പം വാടക കാറാണ് ഓടിക്കുന്നത്. വാടകയും ലോണും അടക്കാൻ കാശില്ല. കാശിനായിട്ട് അവൻ നെട്ടോട്ട് ഓടുക. പറഞ്ഞത് കേട്ടല്ലോ, അവൻ വീണിരിക്കുക. അവൻ കൂടെ ഉണ്ടെന്ന ധൈര്യത്തിൽ എന്നോട് കളിക്കല്ലേ. എൻ്റെ ഭാര്യ ഇതിനിടയിൽ എന്നോട് വെല്ലുവിളിച്ചു. ഉണ്ടെങ്കിൽ നിന്റെ കാല് വെട്ടും കൈവെട്ടും തൂക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എവിടെ അവൻ? ഞാനല്ല, കാശ് കടം വാങ്ങിക്കാൻ. എൻ്റെ കാല് പിടിക്കാൻ തയ്യാറായാൽ ഞാൻ അവന് കൊടുക്കും. അവൻ ഇനി എനിക്ക് നേരെ കളിക്കില്ല. പാഠം പഠിച്ചിരിക്കുകയല്ലേ അവൻ. അതുകൊണ്ട് അവനെ കണ്ട് ചോര തിളക്കണ്ട. കാശെടുക്ക്. കാശില്ല ഇല്ലേ? എടുക്കട കാശ്. അപ്പോഴാണ് സച്ചി ആദ്യം പിടിച്ചു വെച്ച 2 പേരെ അടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. ഒന്നിനെ അടിച്ച് അവൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്തു. നീയോ? അവൻ്റെ ഗജാനന്ദൻ്റെ കോളറിൽ പിടിച്ചിട്ട് ചോദിക്കാണ്, നീയല്ലേടാ എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചത്? അതേടാ, ഞാൻ തന്നെയാണ് നിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചത്. സച്ചിയെ കുടഞ്ഞിട്ട് പറയാണ്, എൻ്റെ മേൽ കൈവച്ച നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? ഇടം കൊണ്ട് തീർന്നില്ല, നിന്നെ ഞാൻ മുട്ടിലെഴയിപ്പിക്കും. അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേടാ. കൊല്ലും നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് സച്ചി നല്ല രടി അവന് കൊടുത്തവൻ അടിയിൽ തന്നെ താഴേക്ക് വീണു. അവനൊരു വടിയെടുത്ത് അടിച്ച് ആഞ്ഞടിച്ച് സച്ചിയുടെ തലക്കായിപ്പോയി. അപ്പോൾ സച്ചിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ആ സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ വിളിച്ചു, ഡാ സച്ചി. അപ്പോൾ തന്നെ അവൻ എണീറ്റു. അപ്പോൾ 2ാമത്തെ അടിയിൽ അവൻ വഴുതി മാറി. അതിനുശേഷം ആ അടി കൊണ്ടത് അവൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്, അതായത് ഗജാനന്ദൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ആ അടി കിട്ടിയത്. അങ്ങനെ പരക്ക കൂട്ടടിയായി. ഗജാനന്ദൻ ഓടി രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പിറകെ തന്നെ സച്ചിയും ആ വടിയും എടുത്തിട്ട് ഓടുകയാണ്. എടാ നിൽക്കടാ, കൊല്ലും നിന്നെ ഞാൻ. ഒരു വിധത്തിൽ 2-3 പേര് ചേർന്ന് പിടിച്ച് സച്ചിയെ. എന്നിട്ട് പറയാണ്, എടാ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. സച്ചി വിട് ഒഴിവാക്ക്. അപ്പോൾ സച്ചി പറയാണ്, കൊല്ലും ഞാൻ അവനെ, ഞാൻ വിടില്ല, കൊല്ലും എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ തന്നെ കുതിറി ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവർ 2 പേരും പിടിച്ചു വെച്ചിട്ട് പറയാണ്, തലയിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന്. ചന്ദ്രൻ, നീ എന്തിനാ പേടിക്കുന്നത്? നീ കുറച്ച് കാശ് സംഘടിപ്പിച്ചല്ലോ, അപ്പോൾ അത് കൊടുത്തിട്ട് കുറച്ച് അവധി വാങ്ങിക്കാം നമുക്ക്, നീ പേടിക്കണ്ട. അപ്പോൾ ചന്ദ്ര പറയുന്നത്, ക്ഷേത്രത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ബോധം പോകേണ്ടതായിരുന്നു. വീട്ടുകാരെ എല്ലാവരെയും കൂട്ടി വരാനാണ് അയാൾ പറഞ്ഞത്. ഞാൻ തന്നെയല്ലേ വന്നിരിക്കുന്നത്. അയാൾ എന്തായിരിക്കും പറയുന്നത്? കാശ് വാങ്ങിക്കാൻ വന്നപ്പോൾ ചിരിച്ച് സംസാരിച്ച ആളാ, ഇപ്പം കലമ്പുവാ, അതായത് കണ്ണിച്ചോറില്ലാത്തവൻ. ചന്ദ്രയെ പലിശക്ക് കടം കൊടുക്കുന്നവരൊക്കെ ഇങ്ങനെ തന്നെയാ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറ് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. വാമേ പോവാ. എന്താവോ എന്തോ. സാറേ അകത്തേക്ക് വന്നോട്ടെ. വാ. എന്താ നിങ്ങൾ തനിയെ വന്നേ? അല്ല, ഹസ്ബൻഡും മക്കളും ഒക്കെ ഇവിടെ? സ്വത്തിൻ്റെ അവകാശികളായ എല്ലാവരെയും കൂട്ടി വരണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? എല്ലാവരും അതിൽ സൈൻ ചെയ്യണം. നാളെ ഇപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരോടൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. ചന്ദ്ര പറയാണ്, അത് അവരാരും വരില്ലേ? എന്തുകൊണ്ട്? അവരെല്ലാവരും ഇവിടെ വന്ന് സൈൻ തന്നിരിക്കണം. അല്ലെങ്കിൽ 3 ദിവസത്തിനകം പലിശയും മേലും തന്ന് ആധാരം തിരിച്ചെടുക്കണം. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.